കോഓപ്പറേറ്റീവ് എഡ്യൂടെക്കിന്റെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് MCQ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റന്റ് കേരള PSC പരിശീലനത്തിന്റെ ഭാഗമായിട്ട് സിലബസിലെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് മൊഡ്യൂളിലെ പാർട്ട് 5 ക്ലാസ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ആയിരുന്നു. ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ ഡിസ്കഷൻ വീഡിയോ കാണാവൂ. ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടുകൾക്ക് വേണ്ടിയിട്ട് ടെലഗ്രാം ഗ്രൂപ്പും. ക്വസ്റ്റ്യൻസ് നോക്കാം. CRM primarily focused on customer relationship management, primarily focused on employee relationship, supplier relationship, customer relationship, government relationship. ഇവിടുത്തെ ശരിയായ ആൻസർ ക്ലാസ്സുകാർക്കവർക്ക് അറിയാം. സി ഓപ്ഷനായ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്ന CR തന്നെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ കമ്പോണന്റ് ഓഫ് CRMന്റെ കമ്പോണന്റ് എലമെന്റുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓപ്പറേഷണൽ CRM ഒരു എലമെന്റ് ആണ്, അനലിറ്റിക്കൽ CRM മറ്റൊന്നാണ്, കൊളാബറേറ്റീവ് CRM വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാം, അതും ഒരു എലമെന്റ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് CRM എന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പൊ ശരിയായ ആൻസർ ഇവിടുത്തെ ആൻസർ 2 D ഓപ്ഷൻ ആണ്, അഡ്മിനിസ്ട്രേറ്റീവ് CRM. 3. ദ മെയിൻ എയിം ഓഫ് CRMന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണോ? അതിലേറെ വേറെ എയിം ഉണ്ടല്ലോ. കസ്റ്റമർ റിട്ടൻഷൻ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. തീർച്ചയായിട്ടും കസ്റ്റമറെ റീറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്, അവരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കേണ്ടതുണ്ട്. അതാണ് മെയിൻ ആയിട്ട് CRMന്റെ ഫോക്കസ് എന്ന് പറയുന്നത്. അല്ലാതെ പ്രൊഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷനോ റെഡ്യൂസിങ് എംപ്ലോയി ടേൺ ഓവർ ഒന്നും CRMന്റെ ഭാഗമല്ല. മറ്റൊരു ക്വസ്റ്റ്യൻ, CRM യൂസസ് വിച്ച് ടൈപ്പ് ഓഫ് ഡാറ്റാബേസ്? CRM ഏത് തരം ഡാറ്റാബേസ് ഉപയോഗിക്കല്? സെൻട്രലൈസ്ഡ് ഓർ ഡീസെൻട്രലൈസ്ഡ്? അതിൽ മാത്രമേ കൺഫ്യൂഷൻ ഉണ്ടാവേണ്ടതുള്ളൂ. ഡീസെൻട്രലൈസ്ഡ് അല്ല, സെൻട്രലൈസ്ഡ് ആണ്. എല്ലാ ഡാറ്റയും ഉൾക്കൊള്ളുന്ന, എല്ലാ മേഖലയും ബന്ധപ്പെട്ട ആ കസ്റ്റമർ ഡാറ്റ ആണ് സെൻട്രലൈസ്ഡ് ആയിട്ട് CRM കീപ്പ് ചെയ്യുക. അത് വെച്ചിട്ടാണ് കസ്റ്റമറെ ട്രാക്ക് ചെയ്യുന്നത്, അല്ലാതെ റാൻഡം ടെമ്പററി ഒന്നും അല്ല. ബി ഓപ്ഷൻ ആണ് ശരിയായ ആൻസർ. 5ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് CRM ടൈപ്പ് ഫോക്കസ് ഓൺ സെയിൽസ് ഓട്ടോമേഷൻ ആൻഡ് ഡെയിലി ട്രാൻസാക്ഷൻ? ഡെയിലി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും. അത് ഓപ്പറേഷണൽ CRM ആണ്. ഡെയിലി എന്ന് പറയുമ്പോൾ തന്നെ ഡേ ടു ഡേ കസ്റ്റമർ ഡീൽ ചെയ്യുന്നത് ഓപ്പറേഷണൽ CRM ആണ്. 5ാമത്തെ ആൻസർ എ ആണ്. അനലിറ്റിക്കൽ CRM അനാലിസിസ് വർക്ക് ചെയ്യുന്നത്. കൊളാബറേറ്റീവ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളെ, സ്ഥാപനത്തിന്റെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളെ കൊളാബറേറ്റ് ചെയ്യുന്നു. സ്ട്രാറ്റജിക് CRM അല്ല ഇവിടുത്തെ ആൻസർ. ശരിയായ ആൻസർ 5A ആണ്. 6. അനലിറ്റിക്കൽ CRM ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ? അനലിറ്റിക്കൽ CRM എന്തായിരിക്കും മെയിനായിട്ട് യൂസ് ചെയ്യാം? ഡാറ്റ എൻട്രി ആണോ? ഒരിക്കലും അല്ല, ഡാറ്റ എൻട്രി അല്ല. കസ്റ്റമർ കംപ്ലൈൻസും അല്ല. കസ്റ്റമർ കംപ്ലൈന്റും അനലിറ്റിക്കലിന്റെ CRMന്റെ ഭാഗമല്ല. ഡാറ്റ അനാലിസിസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, ഡാറ്റ അനാലിസിസ് ചെയ്യുക, അതിലൂടെ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യുക, കസ്റ്റമറെ ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യുക, അവരെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് നോക്കുക എന്നതൊക്കെയാണ് ഡാറ്റ അനലിറ്റിക്കൽ CRM കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പ്രകാരം കസ്റ്റമർ എന്ത് ചെയ്യാണ്? ഇവരെ ടാർഗറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ കസ്റ്റമറെ റിട്ടൈൻ ചെയ്യാണ്. നെക്സ്റ്റ് 7ാമത്തെ ക്വസ്റ്റ്യൻ, ഇ-കൊമേഴ്സ് കമ്പനീസ് സജസ്റ്റിംഗ് പ്രോഡക്ട്സ് ബേസ്ഡ് ഓൺ ബ്രൗസിംഗ് ഹിസ്റ്ററി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. നമുക്കൊക്കെ ബ്രൗസിംഗ് ഹിസ്റ്ററി വെച്ചിട്ട് പല സജഷൻസും വരാറുണ്ട്, പല നോട്ടിഫിക്കേഷൻസും വരാറുണ്ട്. അത് എന്തിന്റെ ബേസിലാണ്? കൊളാബറേറ്റീവ് CRM ആണോ? അല്ല, അതൊരിക്കലും കൊളാബറേറ്റീവ് CRM അല്ല. പിന്നെ അനലിറ്റിക്കൽ CRM ആണ്. കാരണം ഡാറ്റ അനലൈസ് ചെയ്തിട്ട് നമ്മുടെ പാസ്റ്റ് ഹിസ്റ്ററി നോക്കിയിട്ട് നമ്മുടെ ഏതെല്ലാം പ്രോഡക്റ്റാണ് വാങ്ങിയിട്ടുള്ളത്, എത്ര ക്വാളിറ്റി ഏത് സമയത്ത് എപ്പോഴെങ്ങനെ എന്നതിൻ്റെ ഒക്കെ ബേസിൽ ഒരു അനാലിസിസ് നടത്തിയിട്ട് ഡാറ്റ പാറ്റേൺസ് ഐഡന്റിഫൈ ചെയ്യാണ്, അങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യാണ്. ഓപ്പറേഷണൽ CRM അല്ല, ട്രഡീഷണൽ മാർക്കറ്റിംഗ് അല്ല. 8ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ചലഞ്ചിങ് ഇൻ CRMൽ ഏറ്റവും പ്രയാസമുള്ള മേഖല ഏതാണ്? ഈസി ഇന്റഗ്രേഷൻ ആണോ? അതല്ല, CRMന്റെ റിസൾട്ട് ആണ് അത്. പിന്നെ ഹൈ കോസ്റ്റ് ഓഫ് ഇംപ്ലിമെന്റേഷൻ, ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ കോസ്റ്റ്, ഈ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ ഇത് പ്രകാരം മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ ആദ്യങ്ങളിൽ എന്തായിരിക്കും? ഹൈ കോസ്റ്റ് ആണ് അത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ലോ കസ്റ്റമർ എക്സ്പെക്ടേഷൻ അല്ല, ഈ സിമ്പിൾ ട്രെയിനിങ് പ്രോസസ്സ്, അതൊന്നും ഇതിന്റെ എന്തല്ല ചലഞ്ചിങ് ആയ ഭാഗമല്ല. 9ാമത്തെ ക്വസ്റ്റ്യൻ, CRM സപ്പോർട്ട്സ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫംഗ്ഷൻ? സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, കസ്റ്റമർ സർവീസ്, ഡാറ്റ അനാലിസിസ്, ആൾ ഓഫ് ദി അബോവ്? ഇത് ശരിയായ ആൻസർ ആൾ ഓഫ് ദി അബോവ് ആണ്. കാരണം CRM സപ്പോർട്ട് സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിലൂടെ കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെയിൻ ഫോക്കസ് ആണ് CRMന്റെ.
ഡാറ്റ അനാലിസിസ് ഇവരെ മെയിൻ പാർട്ടാണ്, ഇവരെ മെയിൻ ഫോക്കസ് ആണ് ഡാറ്റ അനാലിസിസ്. ഡാറ്റ അനലൈസ് ചെയ്തിട്ടാണ് ആളുകൾക്ക് വേണ്ട രീതിയിൽ SMS-ഉം പിന്നെ ഇമെയിലും അതെങ്കിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് ഓഫറൊക്കെ വിടുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യൻ ബി. കസ്റ്റമർ ഡിഫറൻസിയേഷൻ ഇൻ CRM മീൻസ്. കസ്റ്റമർ ഡിഫറൻസിയേഷൻ CRMന്റെ മെയിൻ ഫീച്ചർ ആണോ? എല്ലാവരും ഒരേപോലെ അല്ലേ കാണുന്നത്. അത് ട്രീറ്റിംഗ് ആൾ കസ്റ്റമേഴ്സ് ഈക്വലി അല്ല. ഒരിക്കലും എന്താണ് 10ാമത്തെ ആൻസർ എ അല്ല. സെഗ്മെന്റിംഗ് കസ്റ്റമർ ബേസ്ഡ് ഓൺ വാല്യൂസ് ആൻഡ് നീഡ്സ്. ഇഗ്നോറിംഗ് ലോ വാല്യൂ കസ്റ്റമർ അങ്ങനെയല്ല, എല്ലാവരെയും കൺസിഡർ ചെയ്യുന്നുണ്ട്. റാൻഡം ക്ലാസിഫിക്കേഷൻ. റാൻഡം ക്ലാസിഫിക്കേഷൻ എന്ന ഇവിടുത്തെ ശരിയായ ആൻസർ 10 ബി ഓപ്ഷൻ ആയ സെഗ്മെന്റിങ് കസ്റ്റമേഴ്സ് ബേസ്ഡ് ഓൺ വാല്യൂസ് ആൻഡ് നീഡ്സ്. ആളുകളെ ആവശ്യവും അവരെ ഹൈ വാല്യൂ ലോ വാല്യൂ എന്നതിന്റെ ബേസിലൊക്കെ എന്താണ് അവരെ ക്ലാസിഫൈ ചെയ്യാണ്. അതിനനുസരിച്ചാണ് പിന്നീടുള്ള അവരുമായിട്ടുള്ള ഫോളോ അപ്പ് നടത്തുന്നത്. The retention of customers is possible through high pricing ആണോ? ഒരിക്കലും അല്ല. ഹൈ പ്രൈസ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യാൻ സാധിച്ചോണമെന്നില്ല. ആഫ്റ്റർ സെയിൽ സർവീസ് ആണ്. ആഫ്റ്റർ സെയിൽ സർവീസ് തന്നെയാണ് CRMന്റെ മെയിൻ ആയിട്ടുള്ള പാർട്ട്. ഇഗ്നോറിംഗ് ഫീഡ്ബാക്ക് അല്ല, ഡിലേ റെസ്പോൺസും അല്ല. 12ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫ്ലോയിങ് ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് CRM. CRMന്റെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ പെടാത്തത് ഏതാ ചോദിച്ചത്. കസ്റ്റമർ റിട്ടൻഷൻ ഒരു ഒബ്ജക്റ്റീവ് ആണ്. പിന്നെ കസ്റ്റമർ അക്വിസിഷൻ, കസ്റ്റമർ എന്താ പറയാ അക്വിസിഷൻ മറ്റൊരു ഒബ്ജക്റ്റീവ് ആണ്. പ്രോഫിറ്റബിലിറ്റി, ഇതിലൂടെ പ്രോഫിറ്റ് ഉണ്ടാക്കുക വേറെ ഒബ്ജക്റ്റീവ് ആണ്. ഇൻക്രീസിങ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്താണ് CRM ആയിട്ട് ബന്ധമുള്ളതല്ല. അപ്പൊ 12ന്റെ ആൻസർ ഡി ഓപ്ഷൻ ആണ്, ഇൻക്രീസിങ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി. 13. ബാങ്ക് സെൻഡിങ് ലോൺ ഓഫേഴ്സ് ടു സ്പെസിഫിക് കസ്റ്റമേഴ്സ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഓരോ ആളുകൾക്ക് വ്യത്യസ്ത രീതിയിൽ അവർക്ക് അനുസൃതമായ രീതിയിൽ ലിമിറ്റ് ഒക്കെ വെച്ചിട്ട് ലോൺ അപ്രൂവൽ ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് വരാറുണ്ട്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അല്ലെങ്കിൽ അത് ഏതിന്റെ എക്സാമ്പിൾ ആണ്? കസ്റ്റമർ റിട്ടൻഷൻ ആണോ 13? അല്ലെങ്കിൽ കസ്റ്റമർ ഡിഫറൻസിയേഷൻ ആണോ? മാസ് മാർക്കറ്റിംഗ് ആണോ? റാൻഡം അഡ്രസ്സിംഗ് ആണോ? റാൻഡം അഡ്രസ്സിംഗ് അല്ല, അത് മാസ് മാർക്കറ്റിംഗ് അല്ല. എല്ലാവർക്കും ഒരേപോലെ അല്ല അത് വരിക. കസ്റ്റമർ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷെ ശരിയായ ആൻസർ അത് എന്തിന് എക്സാമ്പിൾ വെച്ചാൽ കസ്റ്റമർ ഡിഫറൻസിയേഷൻ ആണ്. ഓരോ ആളുകൾക്ക് അനുസരിച്ചാണ് ആ മെസ്സേജ് വരുന്നത്. അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് താങ്കൾക്കൊരു പേഴ്സണൽ ലോൺ പാസ്സായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ലിമിറ്റ് ആൾക്ക് ലോ ഇൻകം ആണെങ്കിൽ ലിമിറ്റ് കുറവൊക്കെ ആയിരിക്കാം. അത് കസ്റ്റമർ ഡിഫറൻസിയേഷൻ ആണ്. 13ന്റെ ആൻസർ ബി ഓപ്ഷൻ ആണ്. 14. വിച്ച് ടെക്നോളജി ഈസ് മോസ്റ്റ് എസെൻഷ്യൽ ഫോർ CRM സിസ്റ്റം. CRM സിസ്റ്റത്തിന് ഏറ്റവും അടിസ്ഥാനമായിട്ട് വേണ്ട ടെക്നോളജി ഏതാ എന്നാ ചോദിച്ചത്. ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, വെബ് ബ്രൗസർ, ഫയർവാൾ, പ്രിന്റർ. ഇവിടെ ഏറ്റവും ശരിയായ അനുയോജ്യം ആൻസർ എ ഓപ്ഷൻ തന്നെയാണ്. ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ഒരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ് ഒരു CRM സിസ്റ്റത്തിന് ഏറ്റവും അടിസ്ഥാനമായിട്ട് വേണ്ടത്. നെക്സ്റ്റ്, റെസിസ്റ്റൻസ് ഫ്രം എംപ്ലോയി ഇൻ CRM ഈസ് ഡ്യൂ ടു. എന്ത് കാരണം കൊണ്ടാണ് എംപ്ലോയീസിന്റെ ഭാഗത്ത് CRM ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് വരുന്നത്? മറ്റൊന്നുമല്ല, അത് ഈസി അഡോപ്ഷൻ ആയതുകൊണ്ടല്ല. അങ്ങനെയാണെങ്കിൽ വരില്ലല്ലോ. ചേഞ്ച് ഇൻ വർക്കിംഗ് കൾച്ചർ, ഇതുവരെ ചെയ്ത വർക്കിംഗ് രീതികളൊക്കെ മാറിപ്പോവില്ലേ എന്ന് വിചാരിച്ചിട്ടാവാം. ബി ഓപ്ഷന്റെ ആൻസർ എക്സ്ട്രാ സാലറി ബെനിഫിറ്റ് ഉള്ളതുകൊണ്ട് ആരും എതിർക്കില്ലല്ലോ. ഇൻക്രീസ്ഡ് ലെഷർ ടൈം. ശരി ആൻസർ 15 ബി ഓപ്ഷൻ ആണ്, ചേഞ്ച് ഇൻ വർക്കിംഗ് കൾച്ചർ. നെക്സ്റ്റ്, ദ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് CRM ഈസ്. CRMന്റെ ഏറ്റവും അൾട്ടിമേറ്റ് ഗോൾ എന്താണ്? ഷോർട്ട് ടേം സെയിൽസ് ഇൻക്രീസ് വരില്ല, ഒരിക്കലും ഷോർട്ട് ടേം ഗോൾ അല്ല അതിനുള്ളത്. പിന്നെയോ ലോങ് ടേം കസ്റ്റമർ ലോയാലിറ്റി ആണോ? തീർച്ചയായിട്ടും ലോങ് ടേമിലേക്ക് കസ്റ്റമറെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക, കസ്റ്റമറെ റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് തന്നെയാണ് CRMന്റെ ശരിയായ ഉദ്ദേശം. അത് 16 ബി ആണ്. അഡ്വർടൈസ്മെന്റ് എഫക്റ്റീവ്നെസ്സോ ലോവർ എംപ്ലോയി കോസ്റ്റോ എന്നല്ല. 17ാമത്തെ ക്വസ്റ്റ്യൻ. എ കാൾ സെന്റർ ഹാൻഡ്ലിംഗ് കസ്റ്റമർ കംപ്ലൈൻസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. കസ്റ്റമർ കംപ്ലൈന്റ് ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ തികച്ചും അനലിറ്റിക്കൽ CRM അല്ല, കൊളാബറേറ്റീവ് അല്ല, സ്ട്രാറ്റജിക് CRM അല്ല, അത് ഓപ്പറേഷണൽ CRM ആണ്. എ ഓപ്ഷൻ ആണ്. 17 ഓപ്ഷൻ എ ആണ്, ഓപ്പറേഷണൽ CRM. നെക്സ്റ്റ് 18. Which of the following best describes collaborative CRM?
വിച്ച് ഓഫ് ദി ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് കൊളാബറേറ്റീവ് CRM? കൊളാബറേറ്റീവ് CRM നമ്മൾ പറഞ്ഞതാണ്. അതിന്റെ ശരിയായ ഒരു എക്സ്പ്ലനേഷൻ എന്താ നോക്കാം. ഷെയറിംഗ് കസ്റ്റമർ ഇൻഫർമേഷൻ അക്രോസ് ഡിപ്പാർട്ട്മെന്റ്, ഡാറ്റ മൈനിങ്, അഡ്വർടൈസിംഗ് സ്ട്രാറ്റജി, എംപ്ലോയീസ് മാനേജ്മെന്റ്. ശരിയായ ആൻസർ 18 തന്നെയാണ്. ഷെയറിംഗ് കസ്റ്റമർ ഇൻഫർമേഷൻ അക്രോസ് ഡിപ്പാർട്ട്മെന്റ്. ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഈ ഒരേ കസ്റ്റമറെ കുറിച്ചിട്ട്, ഒരാളെ കുറിച്ചിട്ട് വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റ് വ്യത്യസ്ത ഡാറ്റ ഉണ്ടാവും. അത് കോമൺ എന്താ പറയാ, ഒരു കൊളാബറേറ്റീവ് സിസ്റ്റത്തിലൂടെ ഒരു കോമൺ ഡാറ്റാബേസ് ബിൽഡ് ചെയ്യുന്നതാണ് ഈ CRMന്റെ അടിസ്ഥാനം. ഡാറ്റ മൈനിങ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ വൻകിട ഓൺലൈൻ സൈറ്റുകൾ അടക്കമുള്ള ടീമുകൾ ചെയ്യുന്നതാണ്. അവരെ ഡാറ്റാബേസിൽ വൻകിട ഡാറ്റകൾ ഉണ്ടാവാം. അത്ര ഡാറ്റ സിമ്പിളായി സോഫ്റ്റ്വെയർ വെച്ചിട്ട് മൈൻ ചെയ്യാൻ സാധിക്കില്ല, റിക്കവർ ചെയ്യാൻ സാധിക്കില്ല, ആവശ്യമുള്ളത് എടുക്കാൻ സാധിക്കില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള ഡാറ്റ എടുക്കുന്നതിനാണ് മൈനിങ്, ഡാറ്റ മൈനിങ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 19. CRM ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് കോസ്റ്റ് ബൈ. എന്തിന്റെ കോസ്റ്റ് ആണ് CRM റെഡ്യൂസ് ചെയ്യുന്നത്? മാസ് പ്രൊഡക്ഷൻ ആണോ? അല്ല. പിന്നെ ടാർഗറ്റിംഗ് റൈറ്റ് കസ്റ്റമർ. ശരിയായ കസ്റ്റമറെ ഫോക്കസ് ചെയ്യാൻ പറ്റും CRMലൂടെ, അവർ റിട്ടേൺ ചെയ്യാൻ പറ്റും. അപ്പൊ അത്തരത്തിൽ കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നതുകൊണ്ട് കൂടിയിട്ട് തന്നെ കോസ്റ്റ് കുറക്കാൻ പറ്റും. അപ്പോൾ ശരിയായ ആൻസർ ബി തന്നെ, 19 ബി ഓപ്ഷൻ തന്നെയാണ്. ഡിക്രീസിങ് പ്രൊഡക്റ്റ് ക്വാളിറ്റി അല്ല, റെഡ്യൂസിങ് സാലറി അല്ല. ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കസ്റ്റമർ റിട്ടൻഷൻ ഈസ് അച്ചീവ്ഡ് മെയിൻലി ത്രൂ ഇഗ്നോറിംഗ് കോമ്പറ്റീറ്റേഴ്സ് ആണോ? അല്ല, അങ്ങനെ സാധിക്കില്ലല്ലോ. പ്രൊവൈഡിങ് ആഫ്റ്റർ സെയിൽ സർവീസ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യുക, ആഫ്റ്റർ സെയിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുക. അതിലൂടെ കസ്റ്റമറെ റിട്ടേൺ ചെയ്യാൻ സാധിക്കാം. അതാണ് ഇവിടുത്തെ ആൻസർ. 70 ബി ആണ്. ലോവർ എംപ്ലോയി ടേൺ ഓവർ, ഇൻക്രീസിങ് കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ഒന്നും ഇതുമായി ബന്ധപ്പെട്ടതല്ല. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് CRM ഭാഗത്ത് നിന്ന് ഉൾപ്പെടുത്തിയത്. താങ്ക്സ് ഫോർ വാച്ചിങ്.